കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അൻസാർ ബുസ്താൻ. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മജ്ലിസ് എഡ്യൂക്കേഷണൽ കോംപ്ലക്സിന് കീഴിൽ LP, UP, HS ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്ന് 2024-25 അധ്യയന വർഷത്തിൽ LSS, USS, SSLC, +2 തുടങ്ങിയവയും മദ്രസ പരീക്ഷകളിലും മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മജ്ലിസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി മജ്ലിസ് എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് പ്രസിഡന്റ് KSA തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മജ്ലിസ് LP സ്കൂൾ ഹെഡ്മാസ്റ്റർ റഹൂഫ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാനേജർ ജനാബ് CP ഹംസ, മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളായ KKH തങ്ങൾ, KP ഹംസ മാസ്റ്റർ, സ്കൂൾ പ്രിൻസിപ്പൽ ഫൈസൽ മാസ്റ്റർ, മജ്ലിസ് LP സ്കൂൾ PTA പ്രസിഡന്റ് അബ്ദുൽ മനാഫ്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഡോക്ടർ പ്രസന്ന ടീച്ചർ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ വിജയികളെ മൊമെന്റോ നൽകി ആദരിച്ചു. വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. 2024-25 അധ്യയന വർഷത്തിലെ നമ്മുടെ സ്ഥാപനങ്ങളുടെ മജ്ലിസ് മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ മികച്ച വിജയം അത് ആഘോഷിക്കുന്നതിനും അതിന്റെ വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. ഈ ഒരു വേദിയിലിരിക്കാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വഹിച്ച പങ്ക് നമുക്ക് ഇവിടെ പറയുന്ന വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. ഒരുപാടേറെ പ്രയത്നം നമ്മളുടെ മക്കൾ, അതുപോലെ തന്നെ രക്ഷിതാക്കൾ, അധ്യാപകർ, അതിന് മികച്ച പിന്തുണ തന്ന മാനേജ്മെന്റ്, എല്ലാവരും ഈ ഒരു വിജയത്തിന് ഒരുപാടേറെ പ്രയത്നിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു മികച്ച വിജയം നമുക്ക് നേടാനായത് വരും വർഷങ്ങളിലും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞു. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും പ്രത്യേകിച്ച് LSS, USS സ്കോളർഷിപ്പ് പരീക്ഷകളിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ മജ്ലിസ് LP സ്കൂളിനും അതുപോലെ തന്നെ നമ്മുടെ UP സെക്ഷനിലൊക്കെ സാധ്യമായിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ഒട്ടനവധി പ്രയത്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രയാസങ്ങളും ഇവിടെ വിവരിക്കപ്പെട്ടു. കുട്ടികൾക്ക് വരാനും തിരിച്ചു പോകാനും ഒക്കെയുള്ള പ്രയാസങ്ങളും വിശദീകരിക്കപ്പെട്ടു. ഇതിനൊക്കെ ഇടയിൽ ഇത്രയും നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കി തന്ന ഈ നമ്മുടെ പിഞ്ചു കുട്ടികളെയും അതിനവരെ പ്രാപ്തരാക്കിയ അധ്യാപകന്മാരെയും മറ്റ് സഹപ്രവർത്തകരെയും ഈ സമയത്ത് മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. രക്ഷിതാവും അധ്യാപകനും ഒരു വാഹനത്തിന്റെ ഇരുചക്രങ്ങളെപ്പോലെ ഒന്നിച്ച് ഉരുളുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിജയമാണ് നാം ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ കഴിവിനെ ഉണർത്തിക്കൊണ്ടുവരുവാൻ രക്ഷിതാവും അധ്യാപകനും സ്ഥാപനവും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതുപോലെയുള്ള വിജയങ്ങളിലെത്താൻ സാധിക്കുന്നത്. ഈ വിജയം ഒരു തുടർക്കഥയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സമയത്ത് നാം പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. ഇനിയും നമ്മൾ പഠനത്തിന്റെ ഒരു ചെറിയ വാതിൽക്കൽ ചെന്ന് എത്തി നോക്കിയിട്ടേ ഉള്ളൂ. ഇനി ആ വാതിൽ തുറന്ന് ആ വിജ്ഞാനത്തിന്റെ കോട്ടയിലേക്ക് കടന്നു ചെല്ലാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കണം. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഈ രാജ്യത്തെ ഭരിക്കുന്ന മന്ത്രിമാരുണ്ടാവാം, ഈ രാജ്യത്തിന്റെ പ്രസിഡന്റുമാരുണ്ടാവാം, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരുണ്ടാവാം. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ശാസ്ത്രീയ നേട്ടങ്ങൾ നമുക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന മക്കൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് നാം മനസ്സിലാക്കണം. അത്തരമുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പഠന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുകയും
അവരെ പഠനത്തിന് കോട്ടം തട്ടാത്ത രീതിയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ എന്തെല്ലാം ത്യാഗങ്ങൾ നാം സഹിക്കേണ്ടി വരുമോ അതൊക്കെ സഹിച്ചുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിനും നാടിനും വീടിനുമൊക്കെ ഉപകാരപ്പെട്ട മക്കളാക്കി തീർക്കാൻ ശ്രമിക്കേണ്ടത് രക്ഷിതാവിൻ്റെ പ്രധാനപ്പെട്ട കടമയാണ് എന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പിഞ്ചു മക്കൾ മുതൽ SSLC +2 വരെയുള്ള കുട്ടികൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ അധ്യാപകരും കൂടെ നമ്മുടെ വീട്ടിൽ നിന്ന് അവരെ സഹായിച്ച നമ്മുടെ രക്ഷിതാക്കളും ഏറെ പ്രശംസ അറിയിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. സാധാരണ ടീച്ചേഴ്സ് നിൽക്കലും ഇരിക്കലുമാണ്, അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്രാവശ്യം ടീച്ചേഴ്സൊക്കെ ബാക്കിൽ നിൽക്കുകയാണ്. നിങ്ങൾക്കൊരു ആദരം എന്ന നിലയിൽ നിങ്ങൾ നേടിയ ഉജ്ജ്വലമായ വിജയത്തിന് നിങ്ങൾക്ക് നൽകുന്ന ഒരു ആദരം കൂടിയാണത്. നിങ്ങൾ ചെറിയ വിജയമല്ല ഈ കുട്ടികൾ നേടിയിട്ടുള്ളത്. അവര് ഇപ്പോൾ 4ാം ക്ലാസ്സിലെ LSS എക്സാമിലൊക്കെ മികച്ച വിജയമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 33 കുട്ടികൾ അസൂയാർഹമായ വിജയമാണ്. അപ്പൊ അവരെ ഇത്തരത്തിലുള്ള വലിയ വിജയത്തിലേക്ക് അവരെ എത്തിച്ച നമ്മുടെ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട അധ്യാപകരെയും അവർക്ക് അതിനുവേണ്ടി നല്ല പ്രചോദനം നൽകിയ പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും ഈ സമയത്ത് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ വലിയ വിജയം നേടുന്നവർക്കാണ് എല്ലാവിധ പരിഗണനയും അർഹതയൊക്കെ ഉണ്ടാകുന്നത്. പണ്ട് കാലത്ത് ഇത്തരത്തിലുള്ള ചടങ്ങുകളും ഉണ്ടായില്ല. LSSനൊക്കെ പറ്റി കേൾക്കുന്ന USSനെ പറ്റിയൊക്കെ കേൾക്കുന്നതും അതിനുവേണ്ടി കുട്ടികളെ പ്രകടിപ്പിക്കുന്നതും അതിന് ഗൈഡ് വാങ്ങുന്നതും പഠിപ്പിക്കുന്നുള്ള സിസ്റ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാ തലത്തിലും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും ഉയർത്തിയെത്തുവാനുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പൊ കുട്ടികളെ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യം സിദ്ധിച്ച മക്കളാണ് നിങ്ങൾ ആ ഭാഗ്യം, അതായത് ആ നേട്ടം, നിങ്ങൾ നേടിയ മികച്ച നേട്ടം ഇനിയുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആ നേട്ടങ്ങൾ കൊയ്തെടുത്ത് ഉയരങ്ങളിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ അസൂയാർഹമായ വിജയം നേടിയ മുഴുവൻ പ്രതിഭകളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് മദ്രസ.